നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മോഹൻലാൽ എന്ന നടൻ മികച്ച നടനാണെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണ്ട. മോഹൻലാലിന്റെ വ്യക്തി ജീവിതത്തിലും മോഹൻലാലിന്റെ ബാക്കിയുള്ള ഇടപെടലുകളിലും അദ്ദേഹം ഒരു നല്ല നടനാണെന്ന് ദിനം ദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നോക്കിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ നോക്കിയാലും അവിടെയും അദ്ദേഹം മികച്ച നടനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മോഹൻലാൽ പിണറായി വിജയനുമായി അഭിമുഖം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോഹൻലാൽ എവിടെയാണ് നിൽക്കുന്നത്, ഏത് രാഷ്ട്രീയ ചുറ്റുപാടിലാണ്, ഏത് രാഷ്ട്രീയപരമായ നീക്കത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് മോഹൻലാൽ എപ്പോഴും പെരുമാറുന്നത്. സംഘപരിവാർ സഹയാത്രികനാണ് അല്ലെങ്കിൽ സംഘപരിവാറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന പ്രതീതി സംഘപരിവാറിനുണ്ടാക്കുകയും തരം കിട്ടുമ്പോഴൊക്കെ CPM-മായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയം വേണമെന്ന് നിർബന്ധമില്ല. കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ സർക്കാരിനോട് ചേർന്ന് നിന്നാലേ അവാർഡുകളും മറ്റു ഗുണങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ മോഹൻലാലിനെ പോലെ ഉള്ള ഒരാൾക്ക്, ഇപ്പൊ നമ്മൾ കണ്ടതാണ്, സുരേഷ് ഗോപി ആക്രമിക്കുന്ന കാഴ്ച കണ്ടതാണ്. വ്യക്തമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇന്ന് BJP-ക്ക് അനുകൂലമായി പറഞ്ഞു തുടങ്ങിയോ, BJP-യിലേക്ക് വരാൻ ചിന്തിച്ചു തുടങ്ങിയെന്ന് മുതൽ സുരേഷ് ഗോപി ആക്രമിക്കുന്ന പ്രവണത നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് സുരേഷ് ഗോപി ഒരു ഇടത് അനുഭാവിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടത് അനുഭാവിയായിരുന്നപ്പോഴും കരുണാകരനുമായി അടുത്ത ആത്മബന്ധം സൂക്ഷിച്ചപ്പോഴും ഒന്നും തന്നെ ഒരു തരത്തിലുള്ള അക്രമവും നേരിടേണ്ടി വരാത്ത സുരേഷ് ഗോപി സംഘപരിവാറുമായി ബന്ധപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ തന്നെ സുരേഷ് ഗോപിക്കെതിരെ അക്രമങ്ങളുടെ പരമ്പര തന്നെ അഴിച്ചുവിട്ടു. ഒരുപക്ഷെ അത് പേടിച്ചിട്ടായിരിക്കും. പക്ഷെ മോഹൻലാലിനെ പോലൊരു നടന് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ, ഇപ്പൊ മാധ്യമപ്രവർത്തകരായാലും അല്ലെങ്കിൽ സിനിമാക്കാരായാലും അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ചില ഫീൽഡുകളിൽ നിൽപ്പ് ഉറപ്പിക്കാൻ അവർക്ക് അവരുടെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അവരുടെ അഭിപ്രായം ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരാം. രാഷ്ട്രീയപരമായ അഭിപ്രായം പറഞ്ഞവരൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് കേരളത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാധ്യമപ്രവർത്തന രംഗത്ത് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയം ഇടതിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഏറെ വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കതുമായി ബന്ധപ്പെട്ടറിയാം. പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ ഐഡന്റിറ്റി അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്നതൊക്കെ വരട്ടെ എന്നുള്ള ചിന്താഗതി കാര്യമായിരുന്നു. ഒരുപക്ഷെ അത് മറച്ചു വെച്ചവരൊക്കെ നല്ല നിലയിലേക്ക് എത്തിയിട്ടുമുണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ അതിന് ഉദാഹരണം പറയുന്നില്ല, നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഒരു കാലത്ത് സംഘപരിവാർ അനുകൂലിയാണ് അല്ലെങ്കിൽ സംഘപരിവാർ സഹയാത്രികയാണെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വരുമായിരുന്നു. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മോഹൻലാലിനെ പോലൊരു നടൻ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഏതായാലും PR കമ്പനി വില കൊടുത്ത് വാങ്ങിയതാണോ മോഹൻലാലിനെ, അതോ പിണറായി വിജയനുള്ള ആരാധന കൊണ്ടാണോ മോഹൻലാൽ ഇത്തരം ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടതെന്ന് അറിയില്ല. എല്ലാം തകർന്നു നിൽക്കുന്ന, കേരളത്തെ മുച്ചൂട് നശിപ്പിച്ച, കേരളം ഇല്ലാതാക്കുന്ന, കേരളത്തെ ഏറ്റവും പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന്റെ PR വർക്കിന് വേണ്ടി മോഹൻലാലിനെ പോലെ ഒരാൾ പോവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസപരമായി വളരെ മുമ്പിലാണെന്ന് പറയുമ്പോഴും സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ നിലവാരത്തെക്കുറിച്ച്, രാഷ്ട്രീയ പ്രബുദ്ധരാണെന്ന് പറയുമ്പോൾ ആ നിലവാരത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ത്യയിൽ മറ്റേത് സ്റ്റേറ്റിലും ഒരു സർക്കാർ മോശപ്പെട്ട സർക്കാരാണെന്ന് വന്നാൽ നിങ്ങൾ പറയുന്ന, ജനങ്ങൾ പറയുന്ന വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്തവരാണെന്ന് പറയുന്ന അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വളരെ കൃത്യമായ രീതിയിൽ തന്നെയായിരിക്കും. ഒരിക്കലും ഇങ്ങനെ ഒരു അന്ധമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് വോട്ട് ചെയ്യില്ല. അന്ധമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങളാണ് പറയുന്നത് രാഷ്ട്രീയപരമായ പ്രബുദ്ധതയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വികസിക്കുമ്പോഴും കേരളം വികസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇടതുകാലിലെ വന്ന് വലതുകാലിലേക്ക് മാറുന്നത് പോലെ എപ്പോഴെങ്കിലും കോൺഗ്രസ് ഭരിക്കുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് CPM ആവുകയും ഇനിയും അത്തരത്തിൽ കമ്മ്യൂണിസത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന, വളരെ കുറെ നാളുകളായിട്ട് പിണറായി വിജയൻ വലിയ PR നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ഇന്നലെ പിണറായി വിജയനെ റോഡിലൂടെ പോകുന്ന ഒരു കാഴ്ച കണ്ടു. 10 വണ്ടിയുടെ, ഏതാണ്ട് ഒരു 10ഓളം വണ്ടികൾ, ആ വണ്ടികളുടെ ഇടയിലാണ് പിണറായി വിജയൻ പോകുന്നത്. എന്തിനാണ് പിണറായി വിജയൻ ഇത്രയധികം വണ്ടികളുടെയും സെക്യൂരിറ്റിയും ഒക്കെ എന്തിനാണെന്ന് അറിയില്ല. ലോകത്ത് ഒരാൾക്കും വേണ്ടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ആരും പിണറായി വിജയനെ ഉപദ്രവിക്കാൻ വരുമെന്ന് പിണറായി വിജയൻ ചിന്തിക്കുകയേ വേണ്ട. പിന്നെ മോദിയെ അനുകരിക്കാനാണെങ്കിൽ മോദി ശരിക്കും പ്രധാനമന്ത്രിയാണ്. മോദി പ്രധാനമന്ത്രി ആയതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ത്രെട്ടുമൊക്കെ കാണും. ഇനി ഒരു ബുള്ളറ്റ് പ്രൂഫ് കാർ കൂടിയേ പിണറായി വിജയൻ ആവശ്യമുള്ളൂ. അത്തരത്തിലുള്ള വലിയ സുരക്ഷ എന്തിനാണെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള സുരക്ഷയുമൊക്കെയാണ് പിണറായി വിജയൻ റോഡിലൂടെ പോകുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പച്ച തൊടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ PR വർക്കാണ് നടക്കുന്നത്. ഈ PR വർക്കിന്റെ ഫലം ഇപ്പോൾ നമ്മൾ കോടതികളിൽ കണ്ടതാണ്. കാരണം പിണറായി വിജയൻ സ്പാർക്കിൽ നിന്നും മെഡിസെപ്പിലേക്കും ഒക്കെയുള്ള അവിടെ നിന്നൊക്കെയുള്ള വിവരങ്ങൾ ഡേറ്റ ശേഖരിച്ചുകൊണ്ട് PR കമ്പനിക്ക് നൽകിക്കൊണ്ട് PR ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ കോടതി കയറി ഇറങ്ങുന്നത്.
അടുത്തത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മോഹൻലാലിനെ വെച്ച് മോഹൻലാൽ അഭിമുഖം നടത്തുന്നു എന്നുള്ളതാണ് പിണറായി വിജയന്റെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള PR ഗിമിക്കുകൾ പലരും കാട്ടാറുണ്ട്. പക്ഷെ മോഹൻലാലിനെ പോലെ ഒരാൾ അത്തരം ഒരു കൃത്യത്തിന് തയ്യാറായി എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. മോഹൻലാലിന്റെ ആരാധകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അത് ചിന്തിക്കേണ്ട കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴാണ് ഇത്തരം PR പരിപാടിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ള PRകൾ അതിന്റെ പിന്നിൽ ആരായാലും വലിയ മണ്ടത്തരങ്ങളാണ് പിണറായി വിജയനെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള PRകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഇപ്പോ മോഹൻലാൽ പിണറായി വിജയനുമായി പ്രത്യേക വീഡിയോ അഭിമുഖം നടന്നതിന്റെ ടീസർ ഇപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലാണ് വീഡിയോ ചിത്രീകരണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ 1.25 മിനിറ്റുള്ള ഒരു ടീസറാണ് പുറത്തുവിട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തിപരമായ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ടീസർ. കണ്ടും മിണ്ടിയും ഇരുവർ, ജനങ്ങളെ നെഞ്ചിലേറ്റിയ രണ്ടുപേർ എന്നാണ് ടാഗ്ലൈൻ. ഏതായാലും മോഹൻലാലിനെ നെഞ്ചിലേറ്റിയതിന്റെ ഒരംശം പോലും പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടില്ല എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷെ അപ്പോഴും മോഹൻലാൽ ഇത്തരം ഒരു കൃത്യത്തിന് തയ്യാറായത്, അല്ലെങ്കിൽ മോഹൻലാലിന് അങ്ങനെ ഒരു ഗിമ്മിക്കിന്റെ ആവശ്യമില്ലല്ലോ, മോഹൻലാൽ എന്തിനാ അതിന് തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മോഹൻലാൽ എല്ലാ തരത്തിലും, അതായത് CPM-നെ അനുകൂലിക്കുകയും വേണം, സംഘപരിവാറിനെ അനുകൂലിക്കുന്നു എന്ന് വരുത്തുകയും വേണം. മോഹൻലാലിന്റെ നിലപാടില്ലായ്മയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അമ്മയുടെ പ്രശ്നമുണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ് മോഹൻലാലിന്റെ ഒരു നിലപാടില്ലായ്മ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോഹൻലാൽ ഇത്തരം ഒരു കൃത്യത്തിന് തയ്യാറാവുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ മോഹൻലാൽ വഞ്ചിക്കുകയാണോ, അദ്ദേഹത്തിന്റെ ആരാധകരെ അദ്ദേഹം വഞ്ചിക്കുകയാണോ എന്ന സംശയം ബാക്കിയാവുകയാണ്. മോഹൻലാൽ ക്ലിഫ് ഹൗസിൽ വന്നിറങ്ങുന്ന ദൃശ്യത്തോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത്. ഇതിനിടയിൽ ചില സിനിമാ ഡയലോഗുകൾ, എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, ജീവിതത്തിൽ എന്തെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ മോഹൻലാൽ അതിൽ ചോദിക്കുന്നുണ്ട്. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധരാണ് അഭിമുഖ പരിപാടിയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതം, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഭിമുഖത്തിലുണ്ട് എന്ന് പറയുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ എവിടെയും മോഹൻലാൽ പ്രത്യേകിച്ച് പിണറായി വിജയനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല എന്നാണ് ടീസറിൽ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് വലിയ ഒരു സോപ്പിടൽ ഇന്റർവ്യൂ, അത്തരത്തിലൊരു ഇന്റർവ്യൂ ജനങ്ങളെ പറ്റിക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മോഹൻലാൽ ഇറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകത്തെക്കുറിച്ചോ അത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ, വ്യക്തിജീവിതം ചോദിക്കുമ്പോൾ അത് ചോദിക്കേണ്ടതല്ലേ, പക്ഷെ അതൊന്നും ചോദിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ പുറത്തു വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ മോഹൻലാൽ കാണിക്കുന്നത് ജനങ്ങളെ ശുദ്ധമായ കബളിപ്പിക്കലാണ്, നിലപാടില്ലായ്മയാണ്, നിലവാരമില്ലായ്മയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏത് മുഖ്യമന്ത്രി ആയാലും ആ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം നമുക്കറിയാം. വിശ്വാസ സമൂഹത്തെ കൂടി മോഹൻലാൽ വഞ്ചിക്കുകയായിരുന്നു. സ്വർണ്ണ കൊള്ളക്കേസിൽ അകപ്പെട്ട് കേരളത്തിലെ സർക്കാർ ഇത്രയും പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് വിശ്വാസത്തിന്റെ ഭാഗമായെങ്കിലും അത്തരമൊരു ഇന്റർവ്യൂ ഉണ്ടാകുമ്പോൾ പണം കിട്ടിയാൽ പോലും മോഹൻലാൽ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു. മോഹൻലാലിന്റെ നിലപാടില്ലായ്മ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യും എന്നുള്ളതാണ്. തട്ടിപ്പുകാരന് കൂട്ടുനിൽക്കാൻ മോഹൻലാൽ കൂടി ഇപ്പോൾ അതിന് ഭാഗമാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ആവശ്യം ഒരിക്കലും മോഹൻലാലിന് ഉണ്ടായിരുന്നില്ല. ഏതായാലും വിശ്വാസികളെ മോഹൻലാൽ ചതിച്ചു, വഞ്ചിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.